ഛത്തീസ്ഗഡിൽ വാഹനാപകടത്തിൽ 13 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. നിരവധി പേർക്കാണ് പരുക്കേറ്റിരിക്കുന്നത്. ട്രക്കും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. റഷീദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. റഷീദ്, എവിടെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? ഛത്തീസ്ഗഡിലെ റായ്പൂർ ബലോദ ബസാർ ഹൈവേയിലാണ് ട്രെയിലർ ലോറിയും അതോടൊപ്പം ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിട്ടുള്ളത്. ദാരുണമായ അപകടം തന്നെയായിരുന്നു. ഇതിന് പിന്നാലെ 13 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിരവധി പേർക്ക് ഈ അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ അപകടമുണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽപ്പെട്ട പരിക്കേറ്റവരൊക്കെ തന്നെയും നിരവധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ള ആശുപത്രി വിദഗ്ധർക്ക് തന്നെയും വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഒരു മതപരമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങിൽ നിന്ന് കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ലോറിയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അപകടത്തിൻ്റെ വ്യാപ്തി വലുതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അധികൃതരൊക്കെ തന്നെയും വ്യക്തമാക്കിയിരിക്കുന്നത്. പരിക്കേറ്റവർ റായ്പൂരിലെ സർക്കാർ ആശുപത്രിയിലും മറ്റു ആശുപത്രിയിലും ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ചട്ടൗഡ് ഗ്രാമത്തിലുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതേസമയം അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഈ ലോറിയുടെ അമിത വേഗതയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതെന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പോലീസും പങ്കുവെക്കുന്നത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെയും അതോടൊപ്പം സേനാ വിഭാഗങ്ങളുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് ഇവർ ആശുപത്രിയിലൊക്കെ അടക്കം എത്തിക്കാനായിട്ടുള്ളത്. നിലവിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 13 പേർ ഈ അപകടത്തെ തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഛത്തീസ്ഗഡിൽ നിന്നുള്ള വാഹനാപകടത്തിന്റെ വാർത്തയാണ്. 13 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. റഷീദാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.